അൽ ഖൗഫു മിൻ മക്രില്ലാഹി ബഅദൽ അംനി മിൻഹു. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ അവൻ്റെ ശിക്ഷയെ സംബന്ധിച്ചുള്ള പേടി എപ്പോഴും ഉണ്ടായിരിക്കുക എന്നതാണ്. കാരണം ധാരാളം ആളുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ശിക്ഷയെ സംബന്ധിച്ച് ബോധമില്ലാതെ ജീവിക്കുന്ന ആളുകളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നുണ്ട്, അഫ അമിനു മക്റല്ലാഹ് ഫലാ യഅ്മനു മക്റല്ലാഹി ഇല്ലൽ ഖൗമുൽ കാഫിറൂൻ. അള്ളാഹുവിൻ്റെ തന്ത്രത്തെക്കുറിച്ച് നിങ്ങൾ നിർഭയമായ അവസ്ഥയിലാണോ? വലാ യഅ്മനു മക്റല്ലാഹി ഇല്ലൽ ഖൗമുൽ കാഫിറൂൻ. അള്ളാഹുവിൻ്റെ ശിക്ഷയെക്കുറിച്ച് പേടിയില്ലാതെ ജീവിക്കുന്നത് സത്യനിഷേധികളായ ആളുകൾ മാത്രമാണ്. സത്യവിശ്വാസികൾക്കൊരിക്കലും അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാവുകയില്ല എന്നാണ്. അതിലേക്ക് സൂചന നൽകുന്ന വചനമാണ് സൂറത്തുൽ മുഅ്മിനൂനിൽ 55 മുതൽ 61 വരെയുള്ള വചനങ്ങൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, അയഹ്സബൂന അന്നമാ നുമിദ്ദുഹും ബിഹി മിൻ മാലിൻ വബനീൻ നുസാരിഉ ലഹും ഫിൽ ഖൈറാത്തി ബൽ ലാ യശ്ഉറൂൻ. ചില ആളുകളുണ്ട്, അവർക്ക് സ്വത്തും സന്താനവും ഒക്കെ അല്ലാഹു ഇങ്ങനെ വർദ്ധിപ്പിച്ചു കൊടുക്കുമ്പോൾ അവർ വിചാരിക്കുന്നത് നുസാരിഉ ലഹും ഫിൽ ഖൈറാത്ത്, ഞാൻ അവർക്ക് നന്മ ഇങ്ങനെ വർദ്ധിപ്പിച്ചു കൊടുക്കുകയാണ്, എനിക്ക് അവരോടുള്ള സ്നേഹം കൊണ്ടാണ് അത് കൊടുക്കുന്നത് എന്നാണ് അവർ വിചാരിക്കുന്നത്. ബല്ലാ യശ്ഉറൂൻ. പക്ഷെ അവർ സത്യം മനസ്സിലാക്കിയിട്ടില്ല. ഹഖീഖത്ത് അതല്ല. ധനത്തിൽ വർധനവുണ്ടാകുന്നത്, ഭൗതികമായ വിഭവങ്ങൾ കൂടുന്നത്, ഞാൻ തെറ്റൊക്കെ ചെയ്യുന്നുണ്ട് എന്നിട്ടും എനിക്ക് ഖൈറിനൊന്നും ഒരു കുറവില്ല, അപ്പോൾ പിന്നെ എൻ്റെ തെറ്റൊന്നും അള്ളാഹു അങ്ങനെ പരിഗണിക്കുന്നുണ്ടാവില്ല, അല്ലെങ്കിൽ എൻ്റെ മറ്റു പല നന്മകളും വിചാരിച്ച് അള്ളാഹു എനിക്ക് അങ്ങ് പുറത്തു തരികയായിരിക്കും, അള്ളാഹു അതിൻ്റെ നേരെ കണ്ണടച്ചതായിരിക്കും എന്നൊക്കെയുള്ള മിഥ്യാധാരണയിൽ കഴിയുന്ന ആളുകളാണ് ബഹുഭൂരിപക്ഷം ആളുകളും. എനിക്കെൻ്റെ റബ്ബിൻ്റെ അടുത്ത് എന്തോ ഒരു സ്ഥാനമുള്ളത് കൊണ്ടാണ് ഞാൻ പല തെറ്റുകളും ചെയ്തിട്ടും എൻ്റെ കാര്യങ്ങളൊക്കെ വളരെ ഭംഗിയായി നടക്കുന്നുണ്ട് എന്ന് അവൻ ധരിച്ചു വെച്ചിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ അവൻ വിഡ്ഢിത്തത്തിലാണുള്ളത്. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു തആല എന്നാൽ യഥാർത്ഥ സത്യവിശ്വാസികളെക്കുറിച്ച് പറയുന്നു ഉടനെ തന്നെ, ഇന്നല്ലദീന ഹും മിൻ ഖശിയത്തി റബ്ബിഹിം മുശ്ഫിഖൂൻ വല്ലദീന ഹും ബിആയാതി റബ്ബിഹിം യുഅ്മിനൂൻ വല്ലദീന ഹും ബിറബ്ബിഹിം ലാ യുശ്രികൂൻ വല്ലദീന യുഅ്തൂന മാ ആതൗ വഖുലൂബുഹും വജിലത്തുൻ അന്നഹും ഇലാ റബ്ബിഹിം റാജിഊൻ. എന്നാൽ അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള പേടി കൊണ്ട് ഹൃദയങ്ങൾ നടുങ്ങി വിറയ്ക്കുന്ന ചില ആളുകളുണ്ട്. അവർ അള്ളാഹുവിൻ്റെ വചനങ്ങളിൽ വിശ്വസിക്കുന്നു, അവർ അള്ളാഹുവിൽ ഒരാളെയും പങ്കു ചേർക്കുകയില്ല, അള്ളാഹു നൽകിയ ധനത്തിൽ നിന്ന് അവർ ചെലവഴിക്കുകയും ചെയ്യുന്നു. ആ സൽക്കർമ്മം ചെയ്യുമ്പോൾ പോലും അവരുടെ ഹൃദയം പേടിച്ച് വിറച്ചുകൊണ്ടാണ് അത് ചെയ്യുന്നത് എന്നാണ്. കുറ്റകൃത്യം ചെയ്യുമ്പോഴല്ല, സൽക്കർമ്മം ചെയ്യുമ്പോൾ പോലും, ദാനധർമ്മം ചെയ്യുമ്പോൾ പോലും, പടച്ച റബ്ബേ നീ ഇത് സ്വീകരിക്കാതെ പോയാൽ ഞാൻ നഷ്ടക്കാരിൽ പെട്ടുപോകും എന്ന പേടിയോടുകൂടിയാണ് സൽക്കർമ്മങ്ങൾ പോലും ചെയ്യുന്നത്. അങ്ങനെയുള്ളവരാണ് യഥാർത്ഥ വിശ്വാസികൾ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ മുഅ്മിനൂനിലൂടെ നമ്മെ പഠിപ്പിക്കുകയാണ്. ഇന്ന ഹാദിഹി തദ്കിറ ഫമൻ ശാഅ അത്തഖദ ഇലാ റബ്ബിഹി സബീലാ وما تشاءون إلا أن يشاء الله إن الله كان عليما حكيما.